ഹലോ മച്ചാന്മാരെ, കാസീസിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എനിക്ക് വയ്യ ഇന്നത്തെ ദിവസം. ഇന്നലെ നമ്മൾ ഒരുപാട് വൈകി ഇന്നലെ പ്രൈമർ അടിച്ച് തീർന്നത്. നല്ല ഒരു മണിപ്പെട്ട് വൈകി തന്നെ പ്രൈമർ അടിച്ച് തീർത്തത്. ഇന്നിപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ അടിക്കാനുള്ള പരിപാടിയാണ്. ഇൻറ്റീരിയർ അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് നിപ്പോൺ പെയിൻറ്റ് കാണിച്ചു തരാം. എന്താ നിപ്പോൺ പെയിൻറ്റിൻ്റെ കിരാര നാക്സ് അല്ലേ? അതെ, നാക്സ് ഹൈ പെർഫോമൻസ് 2K വൈറ്റാണിത്. വൈറ്റ് അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സീറ്റ് ഭാഗം, പിന്നെ ഈ ഒരു ഭാഗത്ത് അടിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ അടിക്കുന്നുണ്ട്. ഈ ഒരു അകം ഇൻറ്റീരിയർ അടിക്കുന്നത് ഈ സാധനം വെച്ചാണ്. ഇന്നലെ ശരിക്കും വൈകിപ്പോയി. നമ്മൾ ഇന്നലെ അടിച്ചു വന്നപ്പോഴേ പെയിൻറ്റ് അടിച്ചു വന്നപ്പോൾ ശരിക്കും വൈകി, നല്ല രീതി വൈകി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാതെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാതെ ഇവിടെ ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ പ്രാണി കയറി ഇതിനകത്ത് ഒട്ടിയിരിക്കും. മനസ്സിലായി? വേറൊരു ഡിസൈൻ കിട്ടും നമുക്ക്, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് അടിച്ച് എപ്പോൾ തുടങ്ങും ഒരാളി? ഇപ്പം എന്ത് ഇതൊന്ന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ പ്രൈമർ അടിച്ചില്ലേ, പ്രൈമർ അടിച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നടാം. അല്ലേ? വലിയ ഇളക്കൽ കുളിക്ക് പിടിക്കണമെങ്കിൽ ഇതാണ് സാധനം. പെയിന്റ് പൊട്ടിക്കുകയാണ് അല്ലേ? പെയിൻറ്റ് പൊട്ടിച്ച് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഉള്ള വെയിറ്റ് ആണ്. അല്ലല്ല, അതിന്റെ കൂടിയത് അത് കൂടി അല്ല, അത് വേറെ വെയിറ്റ്. ഒരു ടൈപ്പ് ക്രീമി വെയിറ്റ്. കാറ്റ് പോകണ്ടല്ലേ ഇതിനകത്ത്? ടൈറ്റ് കാറ്റ് പോയാലേ? അപ്പോൾ നല്ല പോലെ ഇവിടെ ഈ ഭാഗത്തുനിന്ന് കാറ്റ് പോകുന്നുണ്ട്. ഇപ്പോഴാ കുറഞ്ഞ ഇല്ലല്ലേ? ടൈറ്റാക്കണല്ലേ സുദർശനം തമ്പി? അടി മേജിരി പൂച്ചി എന്താന്ന് പറയാണ്ടതാണ്. മേലും മേലുകൾ അവിടെ നടിയോ? നടി അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ടല്ലേ? So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.
അതിന് വണ്ടി ഒന്ന് കാണിച്ചേക്കട്ടെ ഞാൻ മൊത്തത്തിൽ. വെറുതെ കലക്കടിച്ചേക്കണ. ഇന്നിപ്പോൾ ഈ എന്താ പറയുക, ഇന്നലത്തെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് ഇന്ന് നമ്മൾ കളർ കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു നല്ലൊരു വിഷ്വൽ ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇതിന് മുന്നേ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ പേപ്പർ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, ഈ പേപ്പർ ഇതെല്ലാം എടുത്ത് നമ്മൾ നാലും മാറ്റിയിട്ട്, പിന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും അടിക്കാൻ എവിടെയെങ്കിലും ബാഡായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഓക്കെ ആക്കി എടുക്കും അല്ലേ മലയാളി? ഇതിപ്പോൾ ഇത്ര വൈകിയൊക്കെ കാരണം നന്ന അടിച്ചേക്കുന്നത് കവറായിട്ടുള്ളത് 2 വട്ടം അടിച്ചിട്ടുണ്ട്. അത് വെട്ടമില്ലായ്മ ഉണ്ട്, എങ്ങനെയെങ്കിലും കവറാവാത്തുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അറിയാൻ പാടില്ല. അപ്പം രാവിലെ ഒന്നും കൂടി നോക്കിയിട്ട് സെറ്റാക്കാൻ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ വണ്ടി കാണാൻ വേണ്ടി വന്നേക്കണം. അപ്പോൾ ഇന്നലെ രാത്രി അത്ര നമുക്ക് ക്ലിയർ ആയിട്ട് വണ്ടി കാണാൻ പറ്റില്ല, കാരണം ഫ്രണ്ടിൽ വെട്ടമില്ലാത്ത കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല എവിടെയൊക്കെ പെയിൻറ്റ് അടി കിട്ടാത്തതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് നോക്കട്ടെ. നോക്കിയായിരുന്നോ? എന്തോ നോക്കിയായിരുന്നോ അടിച്ചിട്ടെങ്കിലും? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഫിനിഷിംഗ് ഉണ്ട് ഉണ്ടല്ലേ. ഇനി പേപ്പർ വിളിക്കും പറയാം. ഇനിയിപ്പോ കുറെയൊക്കെ ഉണങ്ങാത്ത കാരണേ അത് കറക്റ്റ് കൊടുക്കണം. അത് ജസ്റ്റ് അതിന്റെ ഇത് കണ്ട ടൈറ്റ് കൊടുത്ത് പേപ്പറിന്റെ അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കളയാം. വിളിക്കാം. ഫ്രണ്ട് ഇത് വിളിക്കണം ആദ്യം. അവിടെ നമുക്ക് പറ്റിയെന്നറിയാം. ഇവിടെയാ? പിന്നെ പടത്തേക്ക് വന്നാലും കാണുന്നില്ല. ഓ, ഇത് എല്ലായിടത്തും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ. ഏതാ പിടിക്കണം? ഫ്രണ്ട് പറിക്കില്ലേ? അത് ചിലപ്പോ എവിടെ മോനെ? ഓ, ഇവിടെ ഈ പേപ്പ് ഇത് കണ്ടോ? അത് നമുക്ക് കുറച്ചറിയാം. നോക്കട്ടെ ആ നോക്കട്ടെ. കുഴപ്പമില്ലേ, രസമില്ലേ കാണാനായിട്ട്? ഇവിടെ ബീഡിങ് വരാണ്ടോ ആണല്ലേ? അപ്പൊ ഇതൊക്കെ കവറായി പോകും. കൂടെ തുടക്കാം, തടപ്പം മുക്കിട്ട് തുടച്ചാൽ മതി. അടിപൊളി. എങ്ങനെ ഇരുന്നോണ്ടല്ലേ അടി, വേറെ സാധനം ഒന്നും പറയില്ല. മൊത്തത്തിൽ ഒന്ന് വണ്ടി കാണിച്ചു തരാം. ധരിച്ചില്ല മറന്നു. എന്തോ ഇരുന്നൂറ് തിളക്കൂലല്ലേ അത്? എന്താ ഇതൊക്കെ നമുക്ക് അയച്ചെടുത്ത് ചെയ്യാനുള്ളല്ലേ? ചെറിയൊരു പൊക്ക വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. നൈസായിട്ടല്ല, നല്ല രീതിയിൽ. അപ്പൊ മറ്റേ ഇതിന്റെ പുക അടിച്ചേക്കണോ? ഇതിന്റെ അടിക്കണതിന്റെ പുക കയറി പിടിച്ചേക്കണം. അത് ജസ്റ്റ് ടർപ്പിലിട്ട് തുടച്ചെടുത്ത് ഇന്നലത്തെ കൊണ്ട് ഞങ്ങളുടെ ഏകദേശം വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ്. പെയിന്റിങ് പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഷ്യൻ അടിക്കാനുണ്ട്, പിന്നെ പടുത്തിടാനുണ്ട്, പിന്നെ ചില്ലിടാനുണ്ട്, പിന്നെ വയറിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്തേക്കണത് 2 ദിവസത്തെ വീഡിയോ ആണ് അടുപ്പിച്ച് ഒരുമിച്ച് ഇരുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഷൈച്ചേട്ടൻ കൂട്ടത്തിലാണ് ഞാൻ വർക്കിലൊക്കെ പോകുന്നത്. ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വണ്ടി നമ്മൾ മൊത്തം പെയിന്റ് അടിച്ച് എല്ലാം കഴിഞ്ഞു, കുട്ടപ്പനാക്കി ഇറക്കിയിട്ടുണ്ട്. അല്ല, വലിയ സന്തോഷമല്ലേ? അതെ ബ്രേക്ക് പണിയാൻ വേണ്ടി. ഇനിയിപ്പോൾ വണ്ടിയുടെ ബ്രേക്കൊക്കെ ഒന്ന് ടൈറ്റായി കിടക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. പിന്നെ സീറ്റ് അടിക്കണം, പിന്നെ പടുത അടിക്കണം. ആ ഒരു ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പിന്നെ ടെസ്റ്റിന് കയറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ പറയും, ബാക്കി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. ഓക്കെ.